നിങ്ങളൊന്നും അറിയണ്ട. നിങ്ങളുടെ അച്ഛൻ്റെ കാര്യം നാളെ തന്നെ വേണം. എടീ സമാധാനപ്പെട്, ഞാൻ നോക്കട്ടെ. നോക്കി 2 ദിവസം കഴിയുമ്പോൾ നിങ്ങളങ്ങ് പോകും. അതുകൊണ്ട് പറയുക, നാളെ തന്നെ ഏതെങ്കിലും വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാക്കിയേക്കണം. എടീ ഒന്ന് പെതുക്കെ പറ, അച്ഛൻ കേൾക്കും. കേട്ടാലെന്താ, എനിക്ക് പറ്റില്ല. മുമ്പത്തെ പോലല്ല. നിങ്ങൾക്കറിയാലോ, ഞാനിപ്പോ ക്ലബിന്റെ പ്രസിഡന്റ് കൂടിയാ. മനുഷ്യൻ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് ഒരു പരുവമായി. നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും യോജിക്കാത്തൊരു രൂപവും ഒരു കൾച്ചറില്ലാത്ത സംസാരവും അച്ഛനെന്ന് പറയാൻ തന്നെ നാണക്കേടാ. എടീ കാളവണ്ടിക്കാരനായ അച്ഛന്മാർക്ക് ഇത്രയും സൗന്ദര്യം കൾച്ചറിൽ കാണും. അല്ലാതെ നിന്റെ അച്ഛനെ പോലെ കള്ളച്ചാരായും വിറ്റടക്കുന്ന അബ്കാരിയുടെ സൗന്ദര്യം ഒന്നും കാണില്ല. ഡോ മനുഷ്യ, എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ, എന്റെ അച്ഛൻ വിചാരിച്ചതുകൊണ്ടാ നിങ്ങൾ ഇന്ന് ഞെളിഞ്ഞു നടക്കുന്നത്. ഓർമ്മ വേണം. എടീ സമാധാനപ്പെടും, നാളെ അവിടെ ഞാൻ ഏർപ്പാട് ചെയ്യാം. ഇല്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. എന്തൊരു കഷ്ടമാണ്, മനുഷ്യനൊരു മനസമാധാനവും തരില്ല. ആ നാളെ രാവിലെ നമുക്ക് ഒരിടം വരെ പോകണം വെച്ചാ. അച്ഛൻ റെഡി ആയിരിക്കണം. ഞാൻ താമസിച്ചോ? ഇല്ല, കുഴപ്പമില്ല. അച്ഛൻ റെഡി ആയിരിക്കല്ലേ? ഇതാ ആള്. അപ്പം എല്ലാം പറഞ്ഞതുപോലെ. അച്ഛൻ ഊണ് കഴിച്ചോ? രാവിലെ കാപ്പിയും കുടിച്ചില്ല. ആ സാരമില്ല, എന്നാ ഓക്കെ, കൊണ്ടുപോയിക്കോളൂ. ഞാനങ്ങ് എത്തിയേക്കാം. അച്ഛന് ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അച്ഛൻ വിഷമിക്കണ്ട, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടോളാം. ഓ വേണ്ട മോളെ, മോക്ക് നാണക്കേടാ. വേണ്ട വേണ്ട വേണ്ട. അച്ഛൻ വിഷമിക്കണ്ട. വിഷമൊന്നുമില്ല. അച്ഛനൊരു പ്രാർത്ഥനയേ ഉള്ളൂ, എൻ്റെ അത്ര ആയുസ് ദൈവം നിങ്ങൾക്ക് തരല്ലേന്ന്.
കയറി വാ, ഇരിക്ക്. ആ കയറി വാ, ഇരിക്കിരിക്ക്. അച്ഛാ, ആ പിന്നെ അച്ഛാ, ഇത് വൃദ്ധസദനമൊന്നല്ല, ഇതെന്റെ വീടാ. ഇവനെ അച്ഛനെ കൊണ്ടുപോകുന്ന അങ്ങ് ഗൾഫിലേക്കാ. അതെ അച്ഛാ, അന്ന് അവരെല്ലാവരും വന്നപ്പോൾ അച്ഛനെയും കൊണ്ടുപോകാനുള്ളതെല്ലാം ശരിയാക്കി വന്നതാ. പക്ഷെ കുടുംബത്തിന് പ്രശ്നം ഉണ്ടാവണ്ടെന്ന് കരുതി ഒഴിവാക്കിയെന്നേ ഉള്ളൂ. അന്ന് ഞാൻ കരുതിയതാ ഇനിയുള്ള കാലം അച്ഛൻ എന്റെ കൂടെ ആയിരിക്കണമെന്ന്. അച്ഛാ, എന്താ അച്ഛാ ഇത്? എന്നോട് പൊറുക്കണ പോലെ അറിയാതെ നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു. എന്തിനാ അച്ഛാ? ഞാനല്ലേ അച്ഛനെ അറിഞ്ഞുകൊണ്ട് വിഷമിപ്പിച്ചത്. അതൊന്നും സാരമില്ലടോ, ഒരു നല്ല കാര്യത്തിനല്ലേ. നിങ്ങൾ ഈ കരച്ചിലും പിടിച്ചിലും കളനെ. അപ്പൊ പറഞ്ഞതുപോലെ നീയും നിന്റെ വീട്ടുകാരും എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പ് അച്ഛനെ ഞാൻ എയർപോർട്ടിൽ എത്തിച്ചിരിക്കും. പിന്നെ ഒരു പ്രശ്നമുണ്ട്, അച്ഛൻ നാളെ പാൻ്റ് ഇടണം. ഓ, അത് ശരിയാണല്ലോ. എനിക്ക് പാൻഡാനൊന്നും വയ്യ. അപ്പൊ അച്ഛൻ മോൻ്റെ കൂടെ പോകുന്നില്ലേ? എന്റെ മോൻ്റെ കൂടെ പോയാൽ ഞാൻ ഏത് വിഷമമാണെങ്കിലും കേട്ടാ.